ഹൈദരാബാദിലെ ബി.ജെ.പി. റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ ശീലിക്കണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. വർക്ക് ഫ്രം ഹോം വീണ്ടും കൊണ്ടുവരണം. സ്വർണം വാങ്ങുന്നത് 1 വർഷത്തേക്ക് ഒഴിവാക്കണം. വിദേശയാത്രകളും 1 വർഷത്തേക്ക് ഉപേക്ഷിക്കണമത്രേ. മെട്രോ അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ പരമാവധി ഉപയോഗിക്കണം. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പകരം പ്രകൃതിദത്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കണം. പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. ഇങ്ങനെ പോകുന്നു പ്രധാനമന്ത്രിയുടെ ഉപദേശങ്ങൾ. അസാധാരണമായ ഈ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ വലിയ സംശയങ്ങൾക്ക് ഇടം നൽകിയിരിക്കുന്നു. വരാൻ പോകുന്ന കടുത്ത തീരുമാനങ്ങളുടെ മുന്നോടിയാണോ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക വ്യാപകമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നുവെന്ന ആശങ്കയും പങ്കുവയ്ക്കപ്പെടുന്നു. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇന്ധനവില വർധനവിന്റെ ഒരു ഘട്ടം ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി പെട്രോൾ, ഡീസൽ വിലയും പാചകവാതകത്തിന്റെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയും വർദ്ധിക്കുമെന്ന വാർത്തകളും ശക്തമായി പ്രചരിക്കുന്നു. സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ജനവിരുദ്ധ നയങ്ങളുടെ പെരുമഴക്കാലമാണ് രാജ്യത്തെ കാത്തിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. ബി.ജെ.പി. ഭരണത്തിൽ സാധാരണക്കാരന് ജീവിതം ദുസ്സഹമാകുമെന്ന് ഉറപ്പ്.